ഹായ് മക്കളെ, സയൻസിൽ നല്ല പാഷനേറ്റായ മക്കൾക്ക് പ്ലസ് ടുവിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന IIT എന്നുള്ള എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. IITൻ്റെ ഫുൾ ഫോം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഈ IIT എക്സാമിലൂടെ നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IISc ബാംഗ്ലൂർ, മറ്റൊന്ന് ഐസർ, മറ്റൊന്ന് IIT മദ്രാസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ IIT എക്സാമിനെ കുറിച്ചൊന്ന് പറയാം. IIT എക്സാം 3 hour ഡ്യൂറേഷൻ ആണ്. ഐസർ മാനേജ്മെൻ്റ് ആണ് ഈ IIT എക്സാം നടത്തുന്നത്. ഈ 3 hour ഡ്യൂറേഷൻ്റെ സമയത്ത് 60 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. ഫിസിക്സ് ഉണ്ടാകും, കെമിസ്ട്രി ഉണ്ടാകും, ബയോളജി ഉണ്ടാകും, അതേപോലെ മാത്സും ഉണ്ടാകും. ആ ഈച്ച് ടോപ്പിക്കൊന്നും 15 ക്വസ്റ്റ്യൻ വീതമായിരിക്കും എന്ത് ചെയ്യുക, അവർ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. ഓരോ ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ഒരു 1 നെഗറ്റീവ് മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ അതിൽ രേഖപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു JEE മെയിൻസിനേക്കാളും അല്ലെങ്കിൽ ഏകദേശം ആ JEE മെയിൻസിൻ്റെ ലെവലായിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഉണ്ടാവുക. അതിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചില മക്കൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, ബയോളജി JEE മെയിൻസാർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇനി കുറച്ച് ബയോളജി കുറച്ച് മാർക്ക് കുറഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല റാങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻസ് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബയോളജി മൊത്തം +1 +2 സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ കഴിയില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് അവരുടെ സൈറ്റിൽ പോവുക, IIT സൈറ്റിൽ പോയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി കറൻ്റ്ലി റിസർച്ച് നടക്കുന്ന ഫീൽഡിലുള്ള ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് അവർ ക്വസ്റ്റ്യൻസ് പൊതുവെ എന്ത് ചെയ്യുക, ചോദിക്കാറുള്ളത്. അപ്പോൾ ബയോളജിയിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജി, അതേപോലെ ജെനറ്റിക്സ് എന്നുള്ള ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടൊന്ന് കവർ ചെയ്ത് പോവുക. പിന്നെ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഫീൽഡാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള കെമിക്കൽ കോർഡിനേഷൻ കെമിസ്ട്രി, അതേപോലെ കെമിക്കൽ ബോണ്ടിങ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള GOC, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള കുറേ ടോപ്പിക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കി പോവുക. അപ്പോൾ JEE മെയിൻസുകാർക്ക് ആകെയുള്ള പ്രശ്നം ബയോളജി ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ PYQ ക്വസ്റ്റ്യൻ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആ കാര്യങ്ങൾ മക്കൾ എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തത് IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂരിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കോളേജിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്, IISc ബാംഗ്ലൂർ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 4 year BS പ്രോഗ്രാം ഉണ്ട്, അതേപോലെ 4 year BTech പ്രോഗ്രാം ഉണ്ട്. ഈ 4 year BTech പ്രോഗ്രാമിന് IIT എക്സാമിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ കയറി പറ്റുക. അതിന് വേറെ JEE അഡ്വാൻസ്ഡ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുക, BTechലോട്ട് എടുക്കുക. പക്ഷേ 4 year BS പ്രോഗ്രാമിന് നിങ്ങൾ IIT എന്നുള്ള എക്സാം മതി. ആ 4 year BS പ്രോഗ്രാമിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുക ആദ്യത്തെ 3 സെമസ്റ്ററിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാം പഠിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ 1 year കൂടി നിങ്ങൾ അവിടെ ഇരുന്ന് അവരുടെ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, BSMS പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഏറ്റവും നല്ല ലാബും ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് ഉള്ള ലാബും IIScയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പോഷർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, കിട്ടുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടെക്നോളജിയിൽ എങ്ങനെയാണോ IIT, അതേപോലെയാണ് എന്ത്, സയൻസ് റിസർച്ച് ഫീൽഡിൽ IISc എന്നുള്ള ബാംഗ്ലൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി അവിടുത്തെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീസ് വളരെ കുറവാണ്. ആൾമോസ്റ്റ് 10,000 to 15,000 ആണ് സെമസ്റ്ററിന് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പെർ മന്ത് 5,000 സ്കോളർഷിപ്പ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, ഐസർ. ഐസറിൽ മെയിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 5 year കോഴ്സാണ്, BSMS പ്രോഗ്രാം. ആദ്യത്തെ 2 വർഷം മക്കൾ എന്ത് ചെയ്യേണ്ടി വരും, ഫിസിക്സും കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാം പഠിക്കേണ്ടി വരും. 3ാമത്തെ വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. 5th year നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 1 വർഷം മൊത്തമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഐസർ ഭോപ്പാലിലൊക്കെ അവർ എക്സ്ട്രാ കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ഡാറ്റ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേകൂടാതെ BS എക്കണോമിക്സിൻ്റെ കോഴ്സും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 7 ഐസേഴ്സ് ആണുള്ളത്. ഒന്ന് ഐസർ പൂനെ, മറ്റൊന്ന് ഐസർ കൊൽക്കത്ത, ഐസർ ഭോപ്പാൽ, ഐസർ മൊഹാലി, ഐസർ ട്രിവാൻഡ്രം, ഐസർ തിരുപ്പതി ആൻഡ് ഐസർ ബെരാംപൂർ.
അതിൽ ഏത് ഐസറാ ചൂസ് ചെയ്യാമെന്ന് പല പിള്ളേരും എന്ത് ചെയ്യാറുണ്ട്, കൺസേൺസ് അറിയിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ ഐസേഴ്സ് ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിനാണെങ്കിൽ നിങ്ങൾ ഐസർ പൂനെയാണ് പൊതുവെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. കെമിസ്ട്രി ആകുമ്പോൾ അത് ഐസർ മൊഹാലിയിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. അപ്പോൾ പൊതുവെ ഏറ്റവും പ്രീമിയം ഐസേഴ്സ് എന്ന് പറയുമ്പോൾ 5 ഐസേഴ്സ് ആണ്. അതൊന്നാമത് ഐസർ പൂനെ, ഐസർ കൊൽക്കത്ത, ഐസർ മൊഹാലി, ഐസർ ഭോപ്പാൽ ആൻഡ് ഐസർ TVM. അതിൽ ഏത് നിങ്ങൾ സെലക്ട് ചെയ്താലും അത്യാവശ്യം നല്ല എക്സ്പോഷർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോളേജിൽ നിന്ന് എന്ത് ചെയ്യും, കിട്ടും. ഇനി ഐസേഴ്സിന്റെ ഫീസ് പറയുകയാണെങ്കിൽ IISc-നേക്കാളും കുറച്ചും കൂടി ഫീസ് കൂടുതലാണ്. സെമസ്റ്ററിന് ഏകദേശം 50,000 റേഞ്ചിലൊക്കെ ട്യൂഷൻ ഫീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എന്നാൽ പോലും സ്കോളർഷിപ്പ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർ മന്ത് 5,000 അവർ സ്കോളർഷിപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല. അവിടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് പാസ്സായ പിള്ളേർക്ക് മാത്രമേ ഐസേഴ്സ് എന്ത് ചെയ്യുന്നുള്ളൂ, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തൊരു കോളേജാണ് എന്ത്, IIT മദ്രാസ്. IIT മദ്രാസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സാണ്. ഈ ഒരു കാലത്ത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ് എന്ത്, മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ എത്രത്തോളം എല്ലാ ഫീൽഡിലോട്ടും വന്നിട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് മെഡിക്കൽ സയൻസും അതേപോലെ അവിടുത്തെ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സാണ് എന്ത്, മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അത്യാവശ്യം നല്ല ചാൻസ് ഉള്ള, നല്ല സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണത്. പക്ഷേ ഈ ഒരു കോഴ്സ് വന്നിട്ട് 1 ഇയറേ ആയിട്ടുള്ളൂ. ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തത് ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പൊതുവെ പിള്ളേരുടെ മെയിൻ കൺസേൺ ആണ് ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. പൊതുവെ ഈ ഒരു 3 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്ന മക്കൾ പൊതുവെ സയൻസ് റിസർച്ച് ഏരിയയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 5 ഇയർ കോഴ്സിന് ശേഷം പൊതുവെ 80% സ്റ്റുഡൻസും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, PhD എടുത്തിട്ട് എന്ത് ചെയ്യാറുള്ളത്, പോവാറുള്ളത്. നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പോടെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ മാക്സ് പ്ലാങ്ക് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ, അങ്ങനെ ഏറ്റവും വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ട് വരുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സയൻസ് ഫീൽഡിൽ നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പോടെ എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും. ഇനി പൊതുവെ റിസർച്ചും കാര്യങ്ങളും താല്പര്യമില്ലാത്ത മക്കളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഫീൽഡിലോട്ട് തിരിയാനും പറ്റും. ടീച്ചർ എന്നുള്ള പ്രൊഫസർ ജോബിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരിയാൻ പറ്റും. പിന്നെ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ എടുത്തവരാണെങ്കിൽ ഇൻഡസ്ട്രീസിലോട്ടും അതേപോലെ ഫാർമക്യൂട്ടിക്കൽ കമ്പനീസിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അനലിസ്റ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാനൊരു ഐസറായിട്ടാണ്, ഞാൻ ഐസറിനാണ് എൻ്റെ PG കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ടീച്ചിങ് താല്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ടീച്ചിങ്ങിലോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞതാണ്. ഇനി ഇതേപോലെ തന്നെ ഐസറിനെ പോലെയും അതേപോലെ IISc അതേപോലെ IIT മദ്രാസിനെയും പോലെയുള്ള ഇതേപോലെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നൈസർ. പക്ഷെ നൈസറിൻ്റെ എക്സാം IIT എന്നുള്ള എക്സാം അല്ല, നെസ്റ്റ് എന്നുള്ള എക്സാമാണ്. ബാക്കിയുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഏകദേശം സിമിലർ ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ എക്സാം വേറെ തന്നെ ഒരു എക്സാമാണ്. നെസ്റ്റ് എന്നുള്ള എക്സാമിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നൈസർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് അഡ്മിഷൻ എടുക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും 4 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് IISc, ഐസർ ആൻഡ് IIT, അത് നമുക്ക് IIT എന്നുള്ള എക്സാമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും. മറ്റേത് നൈസർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നെസ്റ്റ് എന്നുള്ള എക്സാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യം, IISc ബാംഗ്ലൂരിലോട്ട് IIT എന്നുള്ള എക്സാം മാത്രമല്ല ഉണ്ടാവുക, നിങ്ങൾക്ക് JEE മെയിൻസിലൂടെ കയറാൻ പറ്റും, JEE അഡ്വാൻസിലൂടെ കയറാൻ പറ്റും, നീറ്റിലൂടെ കയറാൻ പറ്റും. അത് പിന്നെ ലാസ്റ്റ് പറഞ്ഞ IIT എന്നുള്ള എക്സാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പൊതുവെ പിള്ളേർ ചോദിക്കുന്ന കാര്യമാണ്, ഈ BSMS ഡിഗ്രി ആക്ച്വലി നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നാട്ടിൽ കുറേ കോളേജിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവിടെയൊക്കെ പോയി പഠിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ ആക്ച്വലി നാട്ടിലുണ്ട്, കുറേ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷെ നമ്മൾ IIT ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ടെക്നോളജിയിൽ IITനെ വെല്ലുന്ന വേറൊരു കോളേജ് നമ്മളെ ഇന്ത്യയിലില്ല. അതേപോലെ തന്നെയാണ് എന്ത്, സയൻസിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ, ടെക്നോളജി ഡീൽ ചെയ്യുന്ന മക്കൾക്ക് എങ്ങനെയാണോ IIT, അതേപോലെയാണ് സയൻസിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന മക്കൾക്ക് ഈ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ടോപ്പിക്കും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എല്ലാത്തിൻ്റെയും സിലബസ് സെയിമാണ്. +1 +2 സിലബസ് എല്ലാം നിങ്ങൾ എഴുതാൻ പോകുന്ന JEE മെയിൻ എക്സാം, എഴുതാൻ പോകുന്ന IIT എക്സാം, എഴുതാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം, എല്ലാത്തിൻ്റെയും സിലബസ് ആക്ച്വലി സെയിമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇയർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. മക്കൾ മാക്സിമം നല്ല അടിപൊളിയായിട്ട് ഹോപ്പ് വിടാണ്ട് നല്ല എഫേർട്ട് കൊടുക്കുക, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ട് പഠിക്കുക. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും, റെക്കഗ്നൈസ് എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.